ഹലോ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. എക്സ്പീരിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളെ ഫുൾ ടൈം കറക്കാണല്ലോ, ഫുൾ ടൈം കറക്കാണല്ലോ. സത്യത്തിൽ ഞാൻ ഫുൾ ടൈം കറങ്ങുന്ന ആളൊന്നുമല്ല. നമുക്ക് ഏർപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഫ്രീ ടൈമിലാണ് നമ്മൾ എവിടേക്കെങ്കിലും പോവുള്ളൂ. അപ്പോൾ ഈ പോണേൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മനസ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൺട്രോളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും, അതായത് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ട്രിപ്പ് അടിക്കുക. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ടും ട്രിപ്പ് അടിക്കാറുണ്ട്, ഫാമിലി ആയിട്ടും ട്രിപ്പ് അടിക്കാറുണ്ട്. രണ്ടും രണ്ട് വൈബാണ്. അപ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അതേപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി അടിച്ച് പൊളിച്ച് വരുമ്പോൾ അത് വേറൊരു സന്തോഷം കിട്ടാറുണ്ട്. അപ്പോൾ രണ്ട് വൈബാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചിലവരുണ്ട് ഫാമിലി ഫ്രണ്ട്സിൻ്റെ മാത്രം കൂടെ അടിച്ചെടുക്കുന്നവർ. അവർ ഫാമിലീൻ്റെ ഒപ്പം പോയിട്ട് അതിൻ്റെ ത്രില്ല് അവർ അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളത്, പിന്നെ അടുത്ത ആൾക്ക് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഊട്ടിയിൽ എത്ര കാണാനുള്ളത്? എന്തിനാണ് ഊട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണത്? ഊട്ടിയിൽ എത്ര പോയാലും നിങ്ങൾക്ക് മതിയാവൂലേ? സത്യം, ഊട്ടിയിൽ എത്ര പോയാലും മതിയാവൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു പ്രത്യേകത ഒരു ഫീലാണ് അവിടെ നമ്മൾ ഓരോരോ പോക്കിലും നമുക്ക് ഓരോരോ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഊട്ടിയിൽ പോകുന്ന ആ പോക്ക് തന്നെ രസമാണ്. ഞങ്ങൾ മലപ്പുറത്തുള്ളതാണ്. മലപ്പുറത്ത് നിന്ന് പോകുമ്പോൾ നാടുകാണി ചുരം കയറി മസനഗുഡി വഴി അങ്ങനെ കറങ്ങി അങ്ങനെ കാട് കല്ലട്ടിച്ചുരം വഴി കയറി കാട്ടിലെ മൃഗങ്ങളൊക്കെ കണ്ട് ഊട്ടി ടൗണിലെത്തി. അവിടെ പിന്നെ റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത്, പിറ്റേ ദിവസം അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചൊരു ഉച്ചയ്ക്ക് ശേഷം ഫുഡും കഴിച്ച് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചിറങ്ങി ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് സത്യം പറയിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റും, നല്ല ആളുകളെ കാണാൻ പറ്റും. അത്രയും നല്ലൊരു എന്താ പറയുക, എനിക്ക് അത്രയും ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്നൊരു സ്ഥലം എനിക്ക് വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഊട്ടി പോയിട്ട് എന്താ കാണാനുള്ളത് വെച്ചിട്ട് ലെവലിൽ പോയിട്ട് ആരൊന്നും കാണില്ല. സാധാരണ എല്ലാവരും പോകല് ഊട്ടി പോകുന്നു, അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ്, അവിടെയുള്ള ടൗൺ സിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിപ്പോയി. നല്ല തണുപ്പാണ് പറഞ്ഞിട്ട്. പക്ഷേ അതല്ല ട്രിപ്പ്. ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ഇങ്ങനെ എത്ര തന്നെ നടക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന വൈബ് എന്നുള്ളത്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പോവുകയാണ്. ഓരോരോ സ്ഥലങ്ങളും ഓരോരോ ഏരിയകളും നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ. നമുക്കൊരു ഗൂഗിൾ മാപ്പും വേണ്ട, വീട്ടിലെത്തിയിട്ട് വെറുതെ പോവാം. വെറുതെ എവിടേക്കെങ്കിലും പോകുമ്പോൾ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഓർമ്മ വരും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റൂട്ടിലാണല്ലോ പോയിരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ റൂട്ടിലേക്ക് പോകരുത്, അടുത്ത റൂട്ട് പിടിക്കുക. അങ്ങനെ ഓരോ ഏരിയയിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു അങ്ങനെ പോയ ഇഷ്ടംപോലെ അടിപൊളി സ്ഥലങ്ങൾ കാണാനുള്ളൊരു കിട്ടില്ല സ്പോട്ടാണ് ഊട്ടി. അത് എത്ര ആൾക്കാർക്കും, ചിലവർക്ക് അറിയണവർക്കറിയാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. ഇത് പോയവർക്കും അനുഭവിച്ചവർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഊട്ടി ഒരു പ്രത്യേക വൈബാണ്. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി കിട്ടില്ല സ്പോട്ട് തന്നെയാണ്. എപ്പോഴും നമുക്ക് പോവാം, ഏത് നിമിഷവും വേണമെങ്കിൽ നമുക്ക് പോവാം. ആ ഒരു മൈൻഡ് സെറ്റ് വേണം. പക്ഷെ കയ്യിൽ പൈസയും വേണം. കയ്യിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയി നല്ല ഫുഡ്, തമിഴ്നാടൻ സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ച്. ചിലവരുണ്ട് അവിടെ ചെന്നാലും കുഴിമന്തി തിന്നാൻ പോകുന്നത്, അവിടെ ചെന്നാലും കേരള മെസ്സ് കഴിഞ്ഞ് പോകുന്നത്. അത് പാടില്ല. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടൻ സ്റ്റൈലിൽ നമ്മൾ കഴിക്കാത്ത ഫുഡുകൾ കഴിക്കുക. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. കഴിക്കാത്ത ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് ടൈം പാസ്സൊക്കെ ചെയ്ത് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത്, ചെറിയ ഏരിയകളൊക്കെ പോകുമ്പോൾ ചെറിയ കടകളൊക്കെ ഉണ്ട്, അവിടെ നിർത്തി അവിടെ നിന്നൊരു ചായ കുടിച്ച് അവരോട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടും. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഇവിടുന്ന് അവലാഞ്ചി പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ഫാമിലീസിനെ കണ്ടു. അതായത് അവർ ഫാമിലീസിനെ കണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോയപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് തന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ പറിക്കാനൊക്കെ നമ്മൾ പോയി. ക്യാരറ്റൊക്കെ പറിച്ചു. വൈഫിനൊക്കെ എക്സ്പീരിയൻസ്, അതായത് വൈഫൊക്കെ പോയി ക്യാരറ്റൊക്കെ പറിക്കുക. തോട്ടത്തിൽ നിന്ന് പോയിട്ടൊരു ക്യാരറ്റിൻ്റെ തണ്ട് പിടിച്ച് വലിച്ച് അതന്നെ കഴുകി അതന്നെ കഴിക്കുക. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ആർക്കും അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും അവിടെ ഇരുത്തി നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്ന്, ഹോട്ടലൊന്നുമില്ല കേട്ടോ, വീടാണ്, വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കി തന്ന്
ഞാൻ അവരെ വീടിൻ്റെ ഉൾഭാഗം കൊണ്ട് കാണിച്ചു തന്ന് നല്ല കിടിലൻ ഒരു ആംബിയൻസ് ചെയ്ത് അവിടെ. കാരണം അവർ ഒരു ഫാമിലിക്ക് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു വീടാണ്. ഇതല്ല, 5 ഫാമിലി ഉണ്ട് ആ ഒരൊറ്റ ഷെഡിൻ്റെ ഉള്ളിൽ. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. അപ്പം നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ട്രിപ്പ് അടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി പക്കയായി ഫ്രഷായിട്ട് കിട്ടും.